RCCയിൽ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് മാറി നൽകിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർക്കാണ് അന്വേഷണ ചുമതല. RCC ഡയറക്ടർക്കും അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട്. സഫാൻ VP ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സഫാൻ, എത്ര ദിവസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം? വർഷ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനൊരു അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. 3 ആഴ്ചക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത്. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ തലച്ചോറിന് ക്യാൻസർ ബാധിച്ചവർക്കുള്ള മരുന്ന്, ശ്വാസകോശ സംബന്ധമായുള്ള ക്യാൻസർ ചികിത്സകളുള്ളവർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാന ഡ്രഗ് കൺട്രോളർക്കാണ് ഈ അന്വേഷണ ചുമതല. കൂടാതെ RCC ഡയറക്ടറും അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ നവംബർ 6 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറുടെ തന്നെ ആസ്ഥാനത്ത് രാവിലെ 10 മണിക്ക് ഒരു സിറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഈ സിറ്റിംഗിൽ ഇതു സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ 2 പേരും സംസ്ഥാന ഡ്രഗ് കൺട്രോളറും RCC ഡയറക്ടറും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമത്തിൻ്റെ പരിധിയിൽ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഈ അന്വേഷണ ഉത്തരവിൽ പറയുന്നുണ്ട്. വർഷ.